അർജുന്റെ ബന്ധുക്കൾ, അർജുന്റെ കുടുംബം, ഭാര്യയും അമ്മയും ഒക്കെ ഇന്ന് ഒരു പരാതി ഉന്നയിച്ചിരുന്നു. സൈന്യത്തെ ഇറക്കണം. ഇത് അവർക്ക് വളരെ വലിയ ഒരാശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ സാവധാനത്തിൽ ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നത്, ഈ മണ്ണ് മാറ്റുന്ന ജോലികൾ മാത്രം നടക്കുന്നു, ഒന്നും വേഗത്തിൽ നടക്കുന്നില്ല. ഇതൊരു പരാതിയായിട്ട് തന്നെ അവർ ഉന്നയിച്ചിരുന്നു. ആ ബൈറ്റ് നേരത്തെ കേട്ടതുമാണ്. ഇപ്പോൾ രണ്ടുപേർ, ഒന്ന് രവീന്ദ്രൻ, മറ്റൊരാൾ ബാബു, ഇവർ രണ്ടുപേരും അർജുന്റെ അയൽക്കാരാണ്. കോഴിക്കോട്ടെ വീടിനടുത്തുള്ളവരാണ്, സുഹൃത്തുക്കളാണ് അർജുന്റെ. രണ്ടുപേരും തത്സമയം ചേരുന്നുണ്ട്. രവീന്ദ്രൻ, എന്താണ് നിങ്ങൾ ഇപ്പോൾ കരുതുന്നത്? ഇതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നിങ്ങൾക്കുള്ളത്. അവിടെ നിന്ന് ആരൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് ഷിരൂരിലേക്ക്? നിലവിലുള്ള രക്ഷാദൗത്യം അനുസരിച്ച് ഇന്നലെയെല്ലാം വളരെ സ്പീഡിലാണ് നടക്കുന്നതൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ വളരെ പ്രയാസമായി തോന്നിയത്, നമ്മുടെ ഇവിടുന്ന് പോയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ലോറി ഓണർ അവിടെ പോയിട്ട് അയാളോട് വളരെ മ്ലേച്ഛമായുള്ള രൂപത്തിൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് സൂപ്രണ്ട് ഓഫ് പോലീസ് പെരുമാറി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ പെരുമാറി എന്നുള്ളത് ഇവിടെ റിപ്പോർട്ടിൽ വരികയും ചെയ്തു, അയാളെ അടിച്ചോ എന്നുള്ള രൂപത്തിൽ. പക്ഷെ അത് നമ്മുടെ ഇന്ത്യൻ്റെ സംസ്കാരം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ താഴ്ന്ന നിലവാരമുള്ളതാണ്. അത് മിനിസ്ട്രീനെ പോലും നാണിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏത് മിനിസ്ട്രിയാണെങ്കിലും ശരി, അവരുടെ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ പറ്റാതിരുന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ ആശ്രയിക്കും? ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ ആശ്രയിച്ച് മാത്രമാണ് നമ്മുടെ ഈ സമൂഹം ഇവിടെ ജീവിക്കുന്നത്. അപ്പം ആ ഉദ്യോഗസ്ഥ വൃന്ദം ഈ വിധത്തിൽ വളരെ ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാത്ത രൂപത്തിൽ പെരുമാറാൻ തുടങ്ങിയാൽ നമ്മൾ ആരെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും? അതിൽ എനിക്ക് പറയാനുള്ളത്, ഇവർ ഡേ ആൻഡ് നൈറ്റ് ഈ ദൗത്യം നടത്താനുള്ള എല്ലാ സജ്ജീകരണവും ചെയ്യണം. കാരണം ഒരു ജനറേറ്റർ കൊണ്ടുവന്ന് അതിലേക്ക് ലൈറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി, അതേപോലെ തന്നെ ഫുൾ ടൈം ഈ വർക്ക് ചെയ്യുന്നതിന് യാതൊരു അപാകതയില്ലാതെ ഡേ ആൻഡ് നൈറ്റ് ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണവും വേണം. ഇത് സാധാരണ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള പോലെ ഒരു 2 JCB ഒരു ഇറ്റാച്ചിയോ കൊണ്ടുവെക്കാൻ പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർ, കേരളത്തിലാണെങ്കിൽ നാട്ടുകാർ ചെയ്യുന്ന കാര്യങ്ങളെ ഇവർ ചെയ്യുന്നുള്ളൂ. ഇതിന് കമ്പൽസറി ആയിട്ട് ഡിഫൻസിനെ ഇറക്കി കാര്യങ്ങൾ ചെയ്യണം. ഡിഫൻസിനെ ഇതിന് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെ പോരാ, അതിൽ കൂടുതൽ ഹെലികോപ്റ്റർ എന്തെങ്കിലും വെച്ചിട്ട് ഈ റഡാർ സംവിധാനത്തിൽ കാണാത്തതോ അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കാൻ പറ്റാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡ്രോണോ മറ്റോ വെച്ചിട്ട് ഇവർ ഗസ് ചെയ്യട്ടെ എവിടെയാണ് ഉള്ളത് എന്താണെന്നുള്ളത്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്തിനാ ഇത്രയും ഈ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ എന്തിനാ ഇത്രയും തപ്പിത്തടഞ്ഞുകൊണ്ട് ഈ വിധത്തിൽ നമ്മൾ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇതുവരെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ കുട്ടിയുടെ ഇതിൽ കണ്ടത്. നമുക്ക് വളരെ ആശ്വാസകരമായുള്ള കാര്യങ്ങളായിരുന്നു വന്നിരുന്നത്. കാരണം ആ റഡാർ പ്രകാരം ഈ ലോറിയുള്ള സ്പോട്ട് കണ്ടെത്തി എന്നുള്ള ഒരു പോസിറ്റീവായുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പം അതിനെല്ലാം തകിടം നിറഞ്ഞ് ഈ രക്ഷാദൗത്യം വളരെ പിന്നോട്ട് പോയി. അവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രൂപത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതല്ല. കേരള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ അത് ഒരേ മനസ്സോടുകൂടി പാർട്ടിയോ രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെ കണ്ടിട്ട് ഇടപെട്ട് കാര്യങ്ങൾ നടത്തുന്നതാണ്. അത് നമ്മളുടെ പ്രളയത്തിലും മറ്റുള്ള പല കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ രക്ഷാദൗത്യം പല കാര്യങ്ങളിലും, അതായത് നമ്മളുടെ പെരുമൺ ദുരന്തത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ കൈമായി മറന്നു കണ്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവർക്കൊരു മാതൃകയാവണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്. അതല്ലാതെ 2 ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഇട്ടിട്ട് അവിടെ വരുന്ന ആൾക്കാർക്കാർക്കും അനുവാദമില്ല. ഇതിൻ്റെ ബന്ധുക്കൾ പോയിട്ട് അവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. എന്താണ് രാജാക്ക ഭരണം പോലെയല്ല ഇപ്പോൾ നടക്കുന്നത് അവിടെ? അതല്ലാതെ കണ്ടിട്ട് ഒരു ശരിക്കുള്ള ഒരു ഫെഡറലിസമാണോ അത്? ആ വിധത്തിൽ ചിന്തിക്കണം.
കാരണം ഇത്രയും മോശമായിട്ടുള്ള രൂപത്തിൽ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വികാരമാണ്. കാരണം ഈ നാടൊട്ടിച്ച് അവൻ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അവൻ തിരിച്ചു വരും എന്നുള്ള ഇതിൽ നിൽക്കുന്ന സമയത്ത് വളരെ ഉദാസീനതയോടുകൂടി ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ആദ്യം ഒഴിവാക്കുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ അവിടുത്തെ MLA വന്നതിന് ശേഷമാണ് ആ സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകരെ കടത്തിവിട്ടത് പോലും. ഇപ്പോൾ